കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. രാഹു അല്ലെങ്കിൽ സർപ്പം 6, 7, 8 ഭാവങ്ങളിൽ നിന്നാൽ ചിലവരുടെ ജാതകം പരിശോധിച്ച് കഴിയുമ്പോൾ സർപ്പം ചിലപ്പോൾ 7ാം ഭാവത്തിലോ 6ാം ഭാവത്തിലോ 8ാം ഭാവത്തിലോ ഒക്കെ നിൽക്കുന്നുണ്ടാവാം. ഈ സർപ്പം 6, 7, 8 ഭാവത്തിൽ നിന്നാൽ 7 ഭാവങ്ങളിൽ 7 ഒരു ഉത്തമ പങ്കാളിയെ ലഭിക്കുന്നത് മംഗല്യ ഭാഗ്യവും കൊണ്ട് തരുന്നത് എല്ലാവരുടെ 7ാം ഭാവമാണ്. ആ 7ാം ഭാവത്തിൽ ഒരു സർപ്പം നിന്നാൽ രാഹു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ പാരമ്പര്യമനുസരിച്ചുള്ള വിവാഹം നടക്കാതിരിക്കാനോ പാരമ്പര്യമനുസരിച്ചുള്ള വിവാഹത്തിന് സാധ്യതകൾ കുറവാണ്. ഗാന്ധർവ വിധി പ്രകാരമായിരിക്കും ചിലപ്പോൾ വിവാഹം നടക്കുക എന്നൊക്കെയാണ് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല 7ൽ സർപ്പം നിന്നു കഴിഞ്ഞാൽ സർപ്പദോഷം കൊണ്ടും രാഹുർദശാകാലത്തും രാഹുർദശ അന്തർദശാകാലങ്ങളിലൊക്കെ നമ്മളുടെ വിവാഹ ജീവിതവും കുടുംബജീവിതവും ഒക്കെ ദുഷ്കരമായിരിക്കും. അതുകൊണ്ട് തന്നെ രാഹുവിനെ ഈ കലികാലത്തിൽ രാഹുവിനെ നമ്മൾ വളരെയേറെ ഭജിക്കുകയും രാഹുവിനെ നമ്മൾ വളരെയേറെ പ്രീതിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ കലികാലത്തിൽ ശനിയും രാഹുവും ഒക്കെ നമുക്ക് ദുരിതങ്ങൾ വിതയ്ക്കുമ്പോൾ രാഹു എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു പാപഗ്രഹമാണെങ്കിലും ഏറ്റവും നല്ല ഗുണഗണങ്ങൾ കൊണ്ടുതരുന്ന ഗ്രഹമാണ്. എങ്കിലും നമ്മൾ 7ാം ഭാവത്തിലോ 6ാം ഭാവത്തിലോ 8ാം ഭാവത്തിലോ ഒക്കെ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഗോചരം നോക്കിയിട്ട് അതിനെ നമ്മൾ തക്കതായ പരിഹാരങ്ങളും വഴിപാടുകളും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ തീവ്രതയുടെ കാഠിന്യം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാഹുർദശാകാലത്തും ഓരോ ദശയുടെയും രാഹു അന്തർദശാകാലത്തും നമ്മൾ അതിനെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നെഗറ്റീവ് അധികം നെഗറ്റീവ് സമം പോസിറ്റീവ് എന്നാണല്ലോ പറയുന്നത്. നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് പോസിറ്റീവ് എന്ന പോലെ തന്നെ എന്നത് ഗണിതത്തിലെ വലിയൊരു സിദ്ധാന്തം തന്നെയാണ്. നമ്മൾ ഈ സിദ്ധാന്തമൊക്കെ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് ഈസിക്കൽ ടു പോസിറ്റീവ് എന്ന്. ആ ഗണിതത്തിലെ അതേ സിദ്ധാന്തം തന്നെയാണ് നമ്മുടെ ഇവിടെയും ചെയ്യുന്നത്. കാരണം ജ്യോതിഷത്തിൽ പലപ്പോഴും പ്രയോഗിക്കപ്പെടുന്ന ഒരു സിദ്ധാന്തവും കൂടിയാണത്. കാരണം കുജദശാകാലം 7 വർഷത്തെ കുജദശാകാലം ജാതകന് കുജദശാകാലം കഴിഞ്ഞാൽ ഉടനെ തുടങ്ങുന്നതാണ് കുജരാഹുസന്ധി എന്ന് പറയുന്ന രാഹുസന്ധി. ഈ രാഹു ദശാകാലം അതായത് ഒരു പാപഗ്രഹം കഴിഞ്ഞ് അടുത്ത പാപഗ്രഹവും തുടങ്ങുന്നു. ഈ 2 പാപഗ്രഹങ്ങളും കഴിഞ്ഞതിന് ശേഷം വ്യാഴദശാകാലം വരുന്നു. അപ്പോൾ ഈ സമയത്ത് ഋണാത്മക ഭാവമാണ് ഈ പറയുന്ന സംഗതി. കാരണം 6ാം ഭാവം എന്ന് നമ്മൾ 6, 8 ഭാവത്തിൽ രാഹുവാണ് സംസാരിച്ചിരുന്നത് എങ്കിൽ തന്നെയും 6ാം ഭാവം എന്ന് പറയുമ്പോൾ ഈ 6ാം ഭാവം രോഗം, ഋണം, കടം, ശത്രു എന്നൊക്കെയാണ് പറയുക. 6ാം ഭാവം ശത്രുവായിട്ടാണ്, രോഗമായിട്ടാണ്, കടമായിട്ടാണ് നമ്മൾ കരുതുക. കള്ളന്മാരെ മൂലമുള്ള വീടിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കള്ളന്മാർ അപഹരിച്ചുകൊണ്ട് പോവുക, പേഴ്സൊക്കെ കൊള്ളയടിക്കുക, സ്വർണ്ണമൊക്കെ കട്ടുകൊണ്ട് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ 6ാം ഭാവത്തിൽ വരുമ്പോഴാണ് സംഭവിക്കുക. അപ്പോൾ പല കാര്യങ്ങളിലും തടസ്സമാണ്. ഇവയൊക്കെയാണെങ്കിൽ ഈ ഭാവം കൊണ്ട് വിചിന്തനം ചെയ്യുന്നത്, 6ാം ഭാവം കൊണ്ട് വിചിന്തനം ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. എന്നാൽ അവിടെ പാപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്താൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് 6ാം ഭാവത്തിലാണ് രാഹു സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ചിന്തകളൊക്കെ അവിടെ മാറുകയാണ്, നമുക്ക് നല്ല അനുഭവങ്ങൾ കൊണ്ടുതരും. അപ്പോൾ പാപഗ്രഹങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് ഈസിക്കൽ ടു പോസിറ്റീവ് എന്ന് പറയുന്നത് പോലെ പാപഗ്രഹം 6ാം ഭാവത്തിൽ 6ാം ഭാവം എന്ന് പറഞ്ഞാൽ രോഗം, കടം, ശത്രു എന്നാണ് നമ്മൾ പറയുന്നത്. കള്ളന്മാരെ, തസ്കരന്മാരെ എന്നൊക്കെയാണ്. എങ്കിൽ തന്നെയും 6ാം ഭാവം ദോഷമാണ്. ആ 6ാം ഭാവത്തിൽ പാപഗ്രഹമായ രാഹു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും രാഹു ഗോചരം ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ എന്താണ് കിട്ടുക? നമുക്കവിടെ നല്ല അനുഭവങ്ങളായിരിക്കും കിട്ടുക. ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ജാതകന് നല്ല അനുഭവങ്ങൾ കൈവരുന്നു എന്നുള്ളതാണ് 6ൽ രാഹു വസിക്കുമ്പോൾ. ഇനി 6ലെ രാഹു ജാതകന് രോഗം, കടം, ശത്രു എന്നിവയിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. നേരത്തെ പറഞ്ഞ ആ വാക്യം തന്നെ, ആ ഒരു സിദ്ധാന്തം തന്നെ, ഗണിതത്തിലെ സിദ്ധാന്തം തന്നെ നമ്മൾ ഓർത്തെടുക്കുക. നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് പോസിറ്റീവ് എന്ന സിദ്ധാന്തം തന്നെ. കാരണം 6 എന്നത് ദോഷപരമാണ്, രോഗം, കടം, ശത്രു ഋണാത്മകമായ ഭാവമാണ്. അവിടെ നമ്മുടെ രാഹു എന്ന് പറയുന്ന പാപഗ്രഹം നിൽക്കുമ്പോൾ ഈ പാപഗ്രഹത്തിന്റെ ദൃഷ്ടിയുടെ നെഗറ്റീവും ഈ പാപഗ്രഹമായ നെഗറ്റീവും കൂടെ കൂടിച്ചേരുമ്പോൾ പോസിറ്റീവ്. അപ്പോൾ അവിടെ ഇവർക്ക് ആ സമയത്ത് രാഹു 6ൽ നിൽക്കുകയാണെങ്കിൽ എന്താണ്? രോഗമോ കടമോ ശത്രുതയോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജാതകൻ ആ സമയത്ത് ഇതിൽ നിന്നൊക്കെ ഈ പാപഗ്രഹം നമ്മളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഈ സുഖാനുഭവങ്ങൾ ജാതകന് സാധ്യമാക്കുന്ന ഒരവസ്ഥയാണ് 6ൽ സർപ്പം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ രാഹു നിൽക്കുമ്പോൾ. അയാളുടെ ദുരിതങ്ങളെ കാറ്റിൽ പഞ്ഞി പോലെ, കാറ്റിൽ പഞ്ഞി ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ, പഞ്ഞിമരത്തിലെ പഞ്ഞി ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ കാറ്റത്ത് ഇങ്ങനെ പറന്നു പോകും എന്ന പോലെ നമ്മുടെ ഈ അവസ്ഥകളെയൊക്കെ ഇതെന്താണ് പറന്നു പോകുന്നത് പോലെയുള്ള
അവസ്ഥകളാക്കി മാറ്റിയെടുക്കുന്നു ഈ 6-ാം ഭാവത്തിലെ രാഹു. ദീർഘായുസ് ഉണ്ടാവാം, കൂടുതൽ കുടുംബത്തിലൊക്കെ സ്വസ്ഥതകൾ ഉണ്ടാവാം, മനസ്സിന് പുതിയൊരു സമാധാനവും സന്തോഷവും, എല്ലാവരുമായിട്ടൊരു ഐക്യത്തിൽ വർത്തിക്കാൻ, സൗഹൃദത്തിൽ വർത്തിക്കാൻ തോന്നാം, രാഷ്ട്രീയ വിജയം ഉണ്ടാവാം. രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് 6-ൽ സർപ്പം നിൽക്കുകയാണ്, രാഹു സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ, രാഹു 6-ലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാവാം. ഒരുപാട് മത്സര ബുദ്ധിയോട് കൂടി അല്ലാതെ തന്നെ അവർക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വരാം. ഇവയൊക്കെ വളരെ നല്ലതായിട്ട് അനുഭവത്തിൽ വരും. ഇനി നമുക്ക് 7-ാം ഭാവത്തിൽ തന്നെ രാഹു എന്തുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. 7-ാം ഭാവത്തിലാണ് രാഹു എങ്കിൽ കളത്ര ഭാവമാണ്. നേരത്തെ പറഞ്ഞു ബന്ധുമിത്രാദികൾ വരുന്നതും ഒരു വ്യക്തിയുടെ, ഒരു ആൺകുട്ടിയുടെയോ പെൺകുട്ടിയോ ആണിൻ്റെയോ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ 7-ാം ഭാവം പരിശോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുള്ള കളത്രമാണ് വരുന്നത്? കളത്രം എന്ന് പറഞ്ഞാൽ ബന്ധുത, ബന്ധുക്കൾ, വിവാഹം കഴിച്ച പുരുഷൻ കഴിക്കുന്ന സ്ത്രീയുടെയും, സ്ത്രീ എന്ന് പറയുന്ന ബന്ധുതയും, സ്ത്രീയുടെ അതുപോലെ തന്നെ വരുന്ന ഭർത്താവുമായിട്ടുള്ള കളത്രം, അതാണ് ബന്ധം. അപ്പോൾ കളത്രകാരകനാവുക എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ വന്ന് ചേരുക എന്നാണ് ആ സമയത്ത്. അപ്പോൾ 7-ലാണ് രാഹു എങ്കിൽ കളത്രഭാവമാണ് 7-ാം ഭാവം. ഈ 7-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് വിവാഹം, കാമവികാരം, ഭാര്യ ഭർത്താക്കന്മാര്, ഭർത്താവാണെങ്കിൽ ഭാര്യ, ഭാര്യയാണെങ്കിൽ ഭർത്താക്കന്മാര്. ചിലവർ കണ്ടിട്ടുണ്ടല്ലോ, നല്ല ജീവിത പങ്കാളിയായിരിക്കും കിട്ടുക. ആ ജീവിത പങ്കാളി വളരെ ധനവും സന്തസ്സും ഐശ്വര്യവും സൗന്ദര്യവും ഉള്ളവളായിരിക്കും, സുന്ദരിയായിരിക്കും. അപ്പൊ ഈ 7-ാം ഭാവം കളത്രഭാവം ചിന്തിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് പറയാനും അറിയാനും പറ്റും. മൈഥുനം, ഭാര്യയായിട്ട് വിവാഹം കഴിച്ചാൽ ജീവിത പങ്കാളിയുമായിട്ട് ഇവരെ എങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകും, പിന്നെ ഇവരുടെ കിടക്ക, ഇവരുടെ വീട്, ഇവരുടെ നഷ്ടദ്രവ്യങ്ങൾ, ഇവർക്ക് നഷ്ടപ്പെട്ടതായിട്ടുള്ള ദ്രവ്യങ്ങൾ തിരിച്ചു കിട്ടുമോ, വിദേശവാസം, ഇവർക്ക് വിദേശത്ത് പോകാനുള്ള യോഗം ഉണ്ടാവുമോ, ജീവിത പങ്കാളി വിദേശത്ത് നിന്നായിരിക്കുമോ, ജീവിത പങ്കാളി വിദേശത്ത് പോവുമോ, ശാസ്ത്രബുദ്ധി, കൂട്ടുകച്ചവടം, ഇങ്ങനെ പ്രധാനമായിട്ടും ഈ ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. 7-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. കളത്രഭാവമാണ് 7-ാം ഭാവം. 7-ാം ഭാവത്തിലെ രാഹു അത്ര കണ്ട് അനുകൂലമല്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം നേരത്തെ പറഞ്ഞു 7-ാം ഭാവം കളത്രഭാവമാണ്. അവിടെ സർപ്പം നിൽക്കുകയാണെങ്കിൽ, രാഹു 7-ൽ നിൽക്കുകയാണെങ്കിൽ അത് അത്ര അനുകൂലമല്ല. ജാതകന്റെ ദാമ്പത്യ ജീവിതത്തെ ശിഥിലീകരിക്കാനും, ഭാര്യാവിരഹം ഉണ്ടാകാനും, കളത്രനാശം സംഭവിക്കാനും, പുനർവിവാഹം ഇവയൊക്കെ കാരണമാകാം. അപ്പം അതുകൊണ്ട് 7-ലെ രാഹു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുതരാം. മാത്രമല്ല ചിലപ്പോൾ ഗാന്ധർവവിവാഹവും സംഭവിക്കാം. അപ്പം അതുകൊണ്ട് 7-ലെ രാഹുവിന് നമ്മൾ അവിടെ എന്താണ് ഈ വിചന്തനൊക്കെ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അതിന് പരിഹാരവും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂട്ടുകച്ചവടങ്ങളൊക്കെ പൊളിഞ്ഞു പോവുക. 7-ലാണ് രാഹു എങ്കിൽ കൂട്ടുകച്ചവടങ്ങൾ, ഒരുമിച്ചുള്ള ബിസിനസ്സുകൾ അതെല്ലാം ഇല്ലാണ്ടാവുക, പൊളിഞ്ഞു പോവുക. രാഹു 8-ാം ഭാവത്തിലാണ് ഇനി സഞ്ചരിക്കുന്നതെന്ന് വിചാരിക്കുക. രാഹു 8-ലാണ് നിൽക്കുന്നത് എങ്കിൽ ഏറ്റവും അപകടകാരിയാണ്. 8 എന്ന് പറയുമ്പോൾ തന്നെ ആയുസ്സിനെയാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 8 എന്ന് പറയുമ്പോൾ അത് ശനിയുടെ നമ്പറാണ്. ആയുസിന്റെ മേധാവിയാണ്, വകുപ്പ് മേധാവിയാണ് ശനി. അപ്പോൾ 8 എന്ന് പറയുമ്പോൾ, രാഹു 8-ൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ദോഷം തന്നെയാണ്. ആയുസ്, അപവാദം, മരണം, കഷ്ടനഷ്ടങ്ങൾ, തോൽവി, കാര്യതടസ്സം എന്നിവയൊക്കെ അഷ്ടമം കൊണ്ട് നമുക്ക് ചിന്തിക്കാം. 8-ൽ നിൽക്കുന്ന രാഹു ഇതൊക്കെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. 8-ൽ രാഹു സ്ഥിതി ചെയ്ത ജാതകന്, ആ സമയത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ജാതകന് എപ്പോഴും ജീവിത സംഘർഷഭരിതമായിരിക്കും. എപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ് സംഘർഷഭരിതമായൊരു ജീവിതമായിരിക്കും. പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാം. ഒരു അപകടം കഴിയുമ്പോൾ അടുത്ത അപകടം, അത് കഴിയുമ്പോൾ അടുത്ത അപകടം. ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ മാർക്കുകൾ കൊണ്ടെങ്കിലും അയാളെ മറ്റുള്ളവർ എപ്പോഴും ഇങ്ങനെ സംഘർഷഭരിതമാക്കിക്കൊണ്ടിരിക്കുക. അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങളും കാര്യതടസ്സം ഉണ്ടാവുക, വിവിധ രോഗങ്ങളുടെ ആക്രമണങ്ങൾ, മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളുടെ പേരിൽ നമ്മൾ അപവാദം കേൾക്കുക, നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ലാത്ത കാര്യങ്ങൾ, മനസ്സാവാച കർമ്മണ എന്ന് പറയില്ല, അങ്ങനെ പോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്തുണ്ടാവുക, അപവാദങ്ങൾ സംഭവിക്കാം. സർപ്പഭയം ഉണ്ടാവുക, സർപ്പത്തിനെ കാണുക, സർപ്പം ചിലപ്പോൾ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ സർപ്പദംശനം ഏൽക്കുക. പലരും പറയാം എൻ്റെ വീടിൻ്റെ മുമ്പിൽ സർപ്പം വന്നു, ഞാൻ എപ്പോഴും സർപ്പത്തെ കാണാറുണ്ട് എന്നൊക്കെ. ഇങ്ങനെയുള്ള സർപ്പദംശനങ്ങൾ ഉണ്ടാവും. ഇതുപോലെയുള്ള പല ദുരനുഭവങ്ങളും 8-ൽ രാഹു നിൽക്കുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വരാം. ഇതൊക്കെയാണെങ്കിലും പരിഹാരമായിട്ട് സർപ്പപൂജയോ രാഹുപൂജയോ ചെയ്യുകയും, സർപ്പക്ഷേത്രങ്ങൾ, നാഗക്ഷേത്രങ്ങൾ, ഭദ്രകാളി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും, ഭഗവാന് ധാരയോ ഭസ്മാഭിഷേകമോ ഭഗവാന് വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാനും നമ്മുടെ ദോഷനിവൃത്തിക്കും കാരണമാവുകയും ചെയ്യും.